നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന അന്ന് ഊരി ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെച്ചതാ ഈ ബാഗ്. ദാ ഇപ്പൊ മൂന്നാമത്തെ ആഴ്ചയായിട്ടും ഇതൊന്നും എടുത്ത് പ്രോപ്പറായിട്ട് അതിന്റെ യഥാസ്ഥാനത്ത് വെക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. ഐഡിയൽ ആയിട്ട് ഇരിക്കാനും എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എസ്കേപ്പ് ആകാനും ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല ഞാൻ. പക്ഷെ ചിലപ്പൊക്കെ മനസ്സ് ശരിയല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നൗ ഐ എം ഓൺ ദ വേ ബാക്ക്. തിരിച്ചു വരാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ. അങ്ങനായ ഞാനല്ലാതായിപ്പോത്തില്ലേ. എനിക്ക് എന്നെ തന്നെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ വയ്യടോ. അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഈ കണ്ട വഴിയൊക്കെ താണ്ടി ഇവിടെ വരെ എത്തിയത്. എന്റെ കിച്ചണിലുള്ളവരെല്ലാം എന്നോട് ഇത്രയും പ്രിയപ്പെട്ടവരാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായേട്ടാ. ഞാൻ പണിമുടക്കിയപ്പോ എന്റെ ലൈറ്റർ പണിമുടക്കി, എന്റെ എഗ് ബോയിലർ പണിമുടക്കി, അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാലേ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം, എന്റെ പ്രിയപ്പെട്ടതെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പോഴും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ദാ സവാളയൊക്കെ മുഴുവനായിട്ട് എടുത്ത് എണ്ണയിലിട്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷമം ഞാൻ പറയുമ്പോൾ എന്റെ കെട്ടിയോൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം എന്ന്. എന്തായാലും ഇപ്രാവശ്യത്തെ പനിയോടുകൂടി ഞാൻ ഈ ഇഞ്ചി ചായയുടെ ബിഗ് ഫാനായി മാറിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ നല്ലോണം ഇഞ്ചിയൊക്കെ ചേർത്ത് രാവിലെ ഒരു ടീ കുടിച്ചു കഴിയുമ്പോൾ ആഹാ എന്താ ഒരു സുഖം എന്നറിയാവോ. അങ്ങനെ ഞാൻ നിങ്ങളുടെ കമന്റ്സിനൊക്കെ റിപ്ലൈയും തന്ന് കഴിഞ്ഞ ദിവസം വിരിച്ച തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതും എടുത്ത് അകത്തേക്ക് പോയി. ഈ ഡ്രൈയിങ് സ്റ്റാൻഡിന്റെ ലിങ്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടാ. രാവിലെ കുറെ ഹറിബറി ആയിട്ടിരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള മോർണിംഗ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പൊ രാവിലെ എന്നും കുക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വീഡിയോസ് അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തത് കേട്ടാ. നല്ല പച്ചപ്പയറൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടാ, എനിക്ക് പ്രത്യേകിച്ചു. നമുക്കിവിടെ മുളക് പൊടി തീർന്നിരിക്കുക കേട്ടാ. എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇപ്രാവശ്യത്തെ ടെൻഷനിലും തിരക്കിലും ഒന്നും അത് മറന്നുപോയി. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മുളക് കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ പോകുന്നത്. ഒരു 9 മണി കഴിഞ്ഞാൽ മേളിലേക്ക് പോകാനേ പറ്റത്തില്ല, മുളകിന്റെ കൂടെ ഞാനും നിന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതാ ഒരു 8:30 ആയപ്പോഴേക്കും ഞാൻ മുളകൊക്കെ കഴുകി വൃത്തിയാക്കി മേളിലേക്ക് പോയിട്ടാ. ഒന്ന് ഡൗൺ ആയപ്പോ സാരല്ലടോ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും എന്റെ മനസ്സിലുണ്ട് കേട്ടാ. ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നതിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.